ഹായ്, ഇന്നത്തെ റെസിപ്പി ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കാഷ്യൂ നട്ട് പക്കോട. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് ഇട്ടത്. ഉണ്ടാക്കാനാണ് വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഒരു കപ്പ് പുതിനയില എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്, ഒരുപാട് വെള്ളം ഒഴിക്കുകയും വേണ്ട കേട്ടോ. പിന്നെ ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കട്ടെ. പിന്നെ കുറച്ചൊരു വേപ്പില കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ചൊരു പുതിനയിലയും അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തതൊരു 1/4 കപ്പ് കാഷ്യൂ നട്ടാണ്. ഇതേപോലെ കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, മുഴുവനോട് ഇട്ട് കൊടുക്കരുത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഗ്രീൻ ചട്നി ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചൂടുള്ള ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ കുറച്ചൊരു ചൂടോട് കൂടെ ഒഴിച്ച് കൊടുക്കണേ. ഈ മാവൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ. കുറച്ചൊരു ലൂസായിട്ട് വേണേ കുഴച്ചെടുക്കാൻ, ഒരുപാട് അങ്ങനെ ലൂസായി പോകരുത്. ഈ ഒരു കട്ടിക്കാണ് വേണ്ടത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഫ്രൈ ചെയ്യുമ്പോൾ ഓരോന്നോരോന്നിങ്ങനെ നുള്ളിയിട്ട് കൊടുക്കണേ. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒന്ന് കുറച്ച് കൊടുക്കട്ടെ. ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചൊരു സമയം എടുത്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.